ഹായ് ഫ്രണ്ട്സ്, RACT ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം കാർ എ സികളിൽ കണ്ടുവരുന്ന പ്രഷർ കട്ടൗട്ട് സ്വിച്ചിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു ടാറ്റ സുമോ ഗോൾഡ് വാഹനത്തിൽ ഉള്ള എയർ കണ്ടീഷൻ സിസ്റ്റത്തിലെ ഒരു പ്രഷർ കട്ടൗട്ട് സ്വിച്ചാണ്. ഇനി ഒരു എയർ കണ്ടീഷൻ സിസ്റ്റത്തിൽ എന്തുകൊണ്ടാണ് ഒരു പ്രഷർ കട്ടൗട്ട് സ്വിച്ച് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒരു കാർ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൻ്റെ ഡയഗ്രമാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലതുഭാഗത്ത് നോക്കുക, അവിടെ ഇവാപ്പറേറ്റർ ആൻഡ് ബ്ലോവർ അസംബ്ലി എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവാപ്പറേറ്ററിനെയാണ് നമ്മൾ കൂളിംഗ് കോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവാപ്പറേറ്റർ ബ്ലോവർ അസംബ്ലി ഇരിക്കുന്നത് വണ്ടിയുടെ ഡാഷ്ബോർഡിൻ്റെ ഉള്ളിലാണ്. ഇവാപ്പറേറ്ററിൻ്റെ ഏറ്റവും അടിഭാഗം ഡാർക്ക് ബ്ലൂ കളറിലും മുകൾ ഭാഗം സ്കൈ ബ്ലൂ കളറിലുമാണ് കൊടുത്തിരിക്കുന്നത്. എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിനുള്ളിൽ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന മീഡിയമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് റെഫ്രിജറൻറ്റ് എന്ന് പറയുന്ന കെമിക്കലാണ്. അപ്പോൾ സാധാരണയായിട്ട് കാർ എ സികളിൽ R134A എന്ന് പറയുന്ന കെമിക്കലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ കെമിക്കലാണ് എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിനുള്ളിൽ കൂടെ സർക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എ സി വർക്ക് ചെയ്യുന്ന സമയത്ത് ബ്ലോവർ ഫാൻ കാറിൻ്റെ ക്യാബിനുള്ളിലെ എയർ വലിച്ചെടുത്ത് അത് ഇവാപ്പറേറ്റർ കോയിലിൽ കൂടെ പാസ് ചെയ്യുന്നു. ഇവാപ്പറേറ്റർ കോയിലിൻ്റെ അടിഭാഗത്ത് റെഫ്രിജറൻറ്റ് ദ്രാവക അവസ്ഥയിലായിരിക്കും. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കെമിക്കൽ, അതായത് റെഫ്രിജറൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ തിളനില എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഇപ്പം വെള്ളം തിളയ്ക്കുന്നത് 100 ഡിഗ്രി സെൽഷ്യസിലാണ്. പക്ഷേ ഈ റെഫ്രിജറൻറ്റ് തിളയ്ക്കാൻ വേണ്ടി വളരെ കുറച്ച് ഹീറ്റ് മാത്രം മതി. അപ്പോൾ കാറിൻ്റെ ക്യാബിനുള്ളിലെ എയറിൽ അടങ്ങിയിട്ടുള്ള ആ ഹീറ്റ് റെഫ്രിജറൻറ്റ് വലിച്ചെടുക്കുന്നു. അപ്പോൾ റെഫ്രിജറൻറ്റ് ദ്രാവകാവസ്ഥയിൽ നിന്നും വാതകാവസ്ഥയിലേക്ക് മാറുന്നു. ഈ പ്രോസസ്സിനെയാണ് ഇവാപ്പറേഷൻ എന്ന് പറയുന്നത്. ഇവാപ്പറേഷൻ നടക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ കമ്പൗണ്ടിൻ്റെ ഇവാപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവാപ്പറേറ്ററിൽ ഇവാപ്പറേഷൻ നടക്കുന്ന സമയത്ത് റെഫ്രിജറൻറ്റ് ദ്രാവകാവസ്ഥയിൽ നിന്നും വാതകാവസ്ഥയിലേക്ക് മാറുന്നു. അപ്പോഴാണ് ഈ ഇവാപ്പറേറ്ററിൽ ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ തണുപ്പാണ് നമുക്ക് കാറിനുള്ളിലെ എയറിലേക്കും കിട്ടുന്നത്. അതിനുശേഷം ആ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന റെഫ്രിജറൻറ്റ് വാതകാവസ്ഥയിലാണ്. അപ്പോൾ അതിനെ ഈ കംപ്രസർ വലിച്ചെടുത്തതിന് ശേഷം കംപ്രസ് ചെയ്ത് ഹൈ പ്രഷറും ഹൈ ടെമ്പറേച്ചറും ആക്കുന്നു. അതിനുശേഷം അത് കണ്ടൻസർ എന്ന് പറയുന്ന കമ്പോണൻറ്റിലേക്ക് കടത്തിവിടുന്നു. അപ്പോൾ ആ ലൈൻ റെഡ് കളറിലാണ് കാണിച്ചിരിക്കുന്നത്. കാരണം ഇത് കംപ്രസ് ചെയ്യുമ്പോൾ ഈ റെഫ്രിജറൻറ്റിൻ്റെ പ്രഷറും ടെമ്പറേച്ചറും കൂടും. അതുകൊണ്ടാണ് അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കണ്ടൻസറിൽ വെച്ചിട്ട് ഈ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ റെഫ്രിജറൻറ്റ് ഗ്യാസ് അത് തണുക്കുന്നു. അത് തണുക്കുന്ന സമയത്ത് അതിനുള്ളിലെ ഹീറ്റ് പുറത്തേക്ക് വിടുന്നു. അപ്പോൾ നമ്മൾ കാറിനുള്ളിൽ നിന്ന് വലിച്ചെടുത്ത ആ ഹീറ്റ് കണ്ടൻസറിൽ കൂടെയാണ് പുറത്തേക്ക് വിടുന്നത്. അപ്പോൾ ഈ കണ്ടൻസർ വെച്ചിരിക്കുന്നത് വണ്ടിയുടെ ഏറ്റവും ഫ്രണ്ടിലായിട്ട് അതിൻ്റെ റേഡിയേറ്ററിൻ്റെ തൊട്ട് അടുത്തായിട്ടായിരിക്കും. അപ്പോൾ വണ്ടി മൂവ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിൽ നിന്ന് വരുന്ന കാറ്റ് കൊണ്ട് ഈ കണ്ടൻസർ തണുക്കും. അതുകൂടാതെ കണ്ടൻസർ തണുപ്പിക്കാൻ വേണ്ടി ഒരു 12 വോൾട്ട് DC-യിൽ പ്രവർത്തിക്കുന്ന കണ്ടൻസർ ഫാനും കൂടെ ഉണ്ടാകും. അടുത്ത കമ്പോണൻ്റ് എന്ന് പറയുന്നത് റിസീവർ ഡ്രയർ എന്ന് പറയുന്ന കമ്പോണൻ്റാണ്. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ റെഫ്രിജറൻറ്റിൽ അടങ്ങിയിട്ടുള്ള പൊടിപടലങ്ങളെയും ഈർപ്പത്തിനെയും അത് വലിച്ചെടുക്കുന്നു. അടുത്ത കമ്പോണൻ്റ് എന്ന് പറയുന്നത് എക്സ്പാൻഷൻ വാൽവ്, അതല്ലെങ്കിൽ എക്സ്പാൻഷൻ ഡിവൈസ് ആണ്. റിസീവർ ഡ്രയറിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഹൈ പ്രഷർ റെഫ്രിജറൻറ്റ് ലിക്വിഡിനെ അതിൻ്റെ പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എക്സ്പാൻഷൻ വാൽവ് ഉപയോഗിക്കുന്നത്. പ്രഷർ കുറച്ചാൽ മാത്രമേ ഇവാപ്പറേഷൻ്റെ അകത്ത് അത് ദ്രാവകാവസ്ഥയിൽ നിന്നും വാതകാവസ്ഥയിലേക്ക് മാറും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ റെഫ്രിജറേഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു സൈക്ലിക് പ്രോസസ്സാണ്. നമ്മൾ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് തീരുന്നതും അതേ സ്ഥാനത്ത് തന്നെ ആയിരിക്കും. ഇതാണ് ഒരു കാർ എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ റെഫ്രിജറൻറ്റ് സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഘടകമാണ് കംപ്രസർ എന്ന് പറയുന്നത്. ഇപ്പോൾ കംപ്രസർ ഇവാപ്പറേറ്റർ കോയിൽ നിന്നും ലോ പ്രഷർ ലോ ടെമ്പറേച്ചർ റെഫ്രിജറൻറ്റ് ഗ്യാസ് വലിച്ചെടുത്ത് അതിനെ കംപ്രസ് ചെയ്ത് ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ ആക്കി കണ്ടൻസറിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കംപ്രസർ വർക്ക് ചെയ്യുന്നത് വാഹനത്തിൻ്റെ എഞ്ചിനിൽ നിന്നുള്ള പവർ കൊണ്ടാണ്. അപ്പോൾ അതിനുവേണ്ടി വാഹനത്തിൻ്റെ എഞ്ചിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ് പുള്ളിയിൽ നിന്നും ഒരു V-ബെൽറ്റ് വഴിയാണ് കംപ്രസറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സിസ്റ്റത്തിനുള്ളിലൂടെ സർക്കുലേറ്റ് ചെയ്യുന്ന റെഫ്രിജറൻറ്റിൻ്റെ പ്രഷർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഏതെങ്കിലും കാരണവശാൽ പ്രഷർ കൂടുകയോ വളരെയധികം കുറയുകയോ ചെയ്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ അത് കംപ്രസറിനെയും ബാധിക്കും. അപ്പോൾ കംപ്രസറിൻ്റെ ലോഡ് കൂടുന്നതിനനുസരിച്ച് അത് എഞ്ചിൻ്റെ ലോഡിനെയും ബാധിക്കും. അപ്പോൾ അങ്ങനെ പ്രഷർ ഒരുപാട് കൂടുകയോ കുറയുകയോ ചെയ്തു കഴിഞ്ഞാൽ സിസ്റ്റത്തിന് ഡാമേജ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രഷർ കട്ടൗട്ട് സ്വിച്ചുകൾ യൂസ് ചെയ്യുന്നത്. സാധാരണയായിട്ട് ഈ പ്രഷർ സ്വിച്ച് ഇൻസ്റ്റാൾ ചെയ്യുന്നത് ലിക്വിഡ് ലൈനിലാണ്, അതായത് ഡ്രയർ ഫിൽറ്ററിൽ നിന്നും എക്സ്പാൻഷൻ വാൽവിലേക്ക് പോകുന്ന ലൈനിലാണ്. കട്ടൗട്ട് സ്വിച്ചാണ്
സിസ്റ്റത്തിലുള്ള കംപ്രസറിനെയും കണ്ടൻസർ ഫാനിനെയും കൺട്രോൾ ചെയ്യുന്നത്. ഏതെങ്കിലും കാരണവശാൽ ഈ ലിക്വിഡ് ലൈനിലെ പ്രഷർ ഒരുപാട് കുറയുകയോ ഒരുപാട് കൂടുകയോ ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ പ്രഷർ കട്ടൗട്ട് സ്വിച്ച് കട്ട് ഓഫ് ആവുന്നു. പ്രഷർ കട്ടൗട്ട് സ്വിച്ചിൽ നിന്നുള്ള ഗ്രൗണ്ട് അതല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് കംപ്രസറിൻ്റെ റിലേയിലേക്കും കണ്ടൻസർ ഫാനിൻ്റെ റിലേയിലേക്കും എത്തുമ്പോഴാണ് കംപ്രസറും കണ്ടൻസർ ഫാനും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കട്ടൗട്ട് സ്വിച്ച് കട്ട് ഓഫ് ആകുന്ന സമയത്ത് കംപ്രസറും കണ്ടൻസർ ഫാനും ഓഫായി പോകും. അപ്പോൾ ആ സമയത്ത് നമുക്ക് കൂളിംഗ് ലഭിക്കില്ല. അപ്പോൾ ഈ വാഹനത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പ്രഷർ സ്വിച്ച് ഡിഫക്റ്റീവായി പോയി. അതുകൊണ്ട് തന്നെ കംപ്രസറും കണ്ടൻസർ ഫാനും വർക്ക് ചെയ്യുന്നില്ല, കൂളിംഗ് ലഭിക്കുന്നില്ല എന്നതായിരുന്നു കംപ്ലയിൻറ്റ്. അപ്പോൾ അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് സിസ്റ്റത്തിനുള്ളിൽ ഗ്യാസിൻ്റെ പ്രഷർ നോക്കിയ സമയത്ത് അത്യാവശ്യം ഗ്യാസ് ഉണ്ടെന്ന് ഉറപ്പുവരുത്തി. അതിനുശേഷം പ്രഷർ കട്ടൗട്ട് സ്വിച്ചിലേക്ക് വരുന്ന കണക്ടറാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ ഒരു ഗ്രൗണ്ട് വരുന്നുണ്ട്, നെഗറ്റീവ് വരുന്നുണ്ട്. അപ്പോൾ ആ നെഗറ്റീവിനെ താഴെയുള്ള 2 ഹോളിലേക്ക് 2 വയർ വെച്ചിട്ട് ഷോർട്ട് ചെയ്തു. അതിനുശേഷം AC ഓൺ ആക്കിയപ്പോൾ കംപ്രസർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഡിഫക്റ്റീവായ പ്രഷർ കട്ടൗട്ട് സ്വിച്ച് റീപ്ലേസ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഈ എയർ കണ്ടീഷൻ സിസ്റ്റത്തിൻ്റെ അകത്തുള്ള റെഫ്രിജറൻ്റ് ഗ്യാസ് നമ്മൾ മറ്റൊരു സിലിണ്ടറിലേക്ക് റിക്കവറി ചെയ്യണം. അപ്പോൾ അതിനുശേഷം മാത്രമേ നമുക്ക് കട്ടൗട്ട് സ്വിച്ച് ഊരാൻ സാധിക്കത്തുള്ളൂ. കാരണം അതിനു മുമ്പ് ഊരിക്കഴിഞ്ഞാൽ ഇതിനുള്ളിൽ നിറച്ചിരിക്കുന്ന ഗ്യാസ് മൊത്തം ലീക്കായി പോകും. അപ്പോൾ അതിനുള്ളിലെ റെഫ്രിജറൻ്റ് നമ്മൾ റിക്കവറി ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് ഈ കട്ടൗട്ട് സ്വിച്ച് ഊരാൻ തുടങ്ങിയത്. അപ്പോൾ അതിനുവേണ്ടി ഒരു ഡബിൾ എൻഡ് സ്പാനറും ഒരു അഡ്ജസ്റ്റബിൾ സ്പാനറും യൂസ് ചെയ്തു. അപ്പോൾ ഊരുന്ന സമയത്ത് നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം ചെയ്യാൻ. കാരണം അലുമിനിയത്തിൻ്റെ പൈപ്പിലാണ് ഇത് കണക്ട് ചെയ്തത്. അപ്പോൾ അലുമിനിയം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വളഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഊരിയെടുത്ത പ്രഷർ സ്വിച്ചാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ HP ഓഫ് എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ നേരെ കാണിച്ചിരിക്കുന്ന പ്രഷർ എന്ന് പറയുന്നത് 32 kg/cm² ആണ്. അതായത് ആ ലൈനിലെ പ്രഷർ 32 kg/cm² പ്രഷറിന് മുകളിൽ വരുമ്പോൾ പ്രഷർ സ്വിച്ച് കട്ട് ഓഫ് പൊസിഷനിലേക്ക് മാറും. അപ്പോൾ ആ സമയത്ത് കംപ്രസറും കണ്ടൻസർ ഫാനും ഓഫ് ആവും. ഇനി ഏറ്റവും താഴെയായിട്ട് LP ഓഫ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഈ സിസ്റ്റത്തിലെ പ്രഷർ 2 kg/cm² ആവുന്ന സമയത്ത് പ്രഷർ സ്വിച്ച് വീണ്ടും കട്ട് ഓഫ് പൊസിഷനിലേക്ക് പോകുന്നു. അപ്പോൾ ആ സമയത്തും കംപ്രസറും കണ്ടൻസർ ഫാനും ഓഫ് ആവും. അപ്പോൾ അതിനുശേഷം ഏറ്റവും നടുക്കായിട്ട് MP ഓൺ എന്ന് എഴുതിയിട്ടുണ്ട്. MP ഓൺ എന്ന് പറയുന്നത് മീഡിയം പ്രഷർ ഓണാണ്. അതിന് നേരെ കൊടുത്തിരിക്കുന്നത് 20 kg/cm² എന്ന പ്രഷറാണ്. അതായത് ഈ സിസ്റ്റത്തിൽ മിനിമം 20 kg/cm² പ്രഷർ റെഫ്രിജറൻ്റ് ഗ്യാസ് ഉണ്ടെങ്കിൽ മാത്രമേ കംപ്രസർ സ്റ്റാർട്ട് ആവത്തുള്ളൂ. പ്രഷർ സ്വിച്ച് റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് ഇതേ സ്പെസിഫിക്കേഷൻസ് ഉള്ള സ്വിച്ച് വേണം നമ്മൾ വാങ്ങാൻ വേണ്ടിയിട്ട്. കൂടാതെ അതിൻ്റെ അടുത്ത് മറ്റൊരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. അതിൽ യെല്ലോ കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് HFC 134A എന്നാണ്. അതായത് ഈ സിസ്റ്റത്തിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന റെഫ്രിജറൻ്റ് HFC R134 എന്ന് പറയുന്ന റെഫ്രിജറൻ്റ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള റെഫ്രിജറൻ്റ് ഉള്ള ഒരു സിസ്റ്റത്തിൽ മാത്രമേ നമ്മൾ ഈ കട്ടൗട്ട് സ്വിച്ച് യൂസ് ചെയ്യാൻ പാടുള്ളൂ. പുതിയ കട്ടൗട്ട് സ്വിച്ച് ഓർഡർ ചെയ്ത് നമുക്ക് കിട്ടിയിരുന്നു. പക്ഷേ അത് വന്നു കഴിഞ്ഞ് നമ്മൾ കണക്ട് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഒരു പ്രശ്നം മനസ്സിലായത്. അതിൻ്റെ ഏറ്റവും താഴത്തെ നമ്മൾ അലുമിനിയത്തിൻ്റെ പൈപ്പിനോട് കണക്ട് ചെയ്യുന്ന ത്രെഡിൻ്റെ വലിപ്പം വ്യത്യാസം ഉണ്ടായി. പുതിയ കട്ടൗട്ട് സ്വിച്ചിന് അതിൻ്റെ ത്രെഡിൻ്റെ വലിപ്പം കൂടുതലായിരുന്നു. അപ്പം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് അത് റീപ്ലേസ് ചെയ്തു. പഴയ പോലെ തന്നെ അതേ ഡയമീറ്റർ ത്രെഡുള്ള മറ്റൊരു കട്ടൗട്ട് സ്വിച്ച് കിട്ടി. അതാണ് നമ്മൾ സിസ്റ്റത്തിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്തത്. വാഹനത്തിൻ്റെ ബോണറ്റ് തുറന്നു കഴിയുമ്പോൾ ബാറ്ററിയുടെ തൊട്ട് അടുത്തായിട്ടായിരുന്നു നേരത്തെ പറഞ്ഞ ആ അലുമിനിയം ട്യൂബ്. അപ്പോൾ അത് ലിക്വിഡ് ലൈനാണ്. അപ്പോൾ അതിൽ ആ യെല്ലോ കളറിൽ മാർക്ക് ചെയ്ത ഭാഗത്തായിരുന്നു നേരത്തെ പ്രഷർ കട്ടൗട്ട് സ്വിച്ച് ഉണ്ടായിരുന്നത്. നേരത്തെ പ്രഷർ കട്ടൗട്ട് സ്വിച്ച് കണക്ട് ചെയ്തിരുന്ന ആ ഹോളിൽ പുറത്തു നിന്നുള്ള എയറും ഈർപ്പവും കയറാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് വെച്ച് മാസ്ക് ചെയ്തു. അപ്പോൾ പുതിയ കട്ടൗട്ട് സ്വിച്ച് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ഈ മാസ്ക് ചെയ്ത ഇൻസുലേഷൻ ടേപ്പ് റിമൂവ് ചെയ്യണം. പുതിയ പ്രഷർ കട്ടൗട്ട് സ്വിച്ച് ഡബിൾ എൻഡ് സ്പാനറും അഡ്ജസ്റ്റബിൾ സ്പാനറും ഉപയോഗിച്ച് നമ്മൾ കണക്ട് ചെയ്തു. അതിനുശേഷം അതിലേക്ക് ഉള്ള ആ കണക്റ്റിംഗ് വയറിൻ്റെ ക്ലിപ്പ് കണക്ട് ചെയ്തു. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇവാക്യുവേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സാണ്. എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിലുള്ള എയർ വാക്വം പമ്പ് എന്ന ഉപകരണം ഉപയോഗിച്ച് പുറത്ത് കളയുന്ന പ്രോസസ്സാണ് ഇവാക്യുവേഷൻ എന്ന് പറയുന്നത്. ഇവാക്യുവേഷൻ ചെയ്യാതെയാണ് നമ്മൾ റെഫ്രിജറൻ്റ് ഗ്യാസ് ചാർജ് ചെയ്തതെങ്കിൽ സിസ്റ്റത്തിൻ്റെ കൂളിംഗ് കുറയാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ സിസ്റ്റത്തിൻ്റെ അകത്ത് എയർ ഉണ്ടാവും. എയർ ഉണ്ടെങ്കിൽ അതിനുള്ളിൽ ഈർപ്പം കയറും. ഈർപ്പം കയറിക്കഴിഞ്ഞാൽ റിസീവർ ഡ്രൈവർ എന്ന് പറയുന്ന കമ്പോണൻറ്റും ബ്ലോക്ക് ആവും. അപ്പോൾ അവിടെ വെച്ച് റെഫ്രിജറൻ്റ് ഫ്ലോ ബ്ലോക്ക് ആകുന്നതുകൊണ്ടാണ് നമുക്ക് കൂളിംഗ് കറക്റ്റായിട്ട് കിട്ടാത്തത്. അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ടും ഇവാക്യുവേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ റെഫ്രിജറൻ്റ് ഗ്യാസ് ചാർജിങ് ചെയ്യാവൂ.
ഇവാക്വേഷൻ ചെയ്തതിന് ശേഷം ഗ്യാസ് ചാർജ് ചെയ്യാൻ വേണ്ടി സിസ്റ്റത്തിലേക്ക് നമ്മൾ ഹോസ് കണക്ട് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ ഗേജ് മാനിഫോൾഡ് കണക്ട് ചെയ്തു. അത് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം റെഫ്രിജറൻറ്റ് സിലിണ്ടർ ഗേജ് മാനിഫോൾഡിൽ നിന്ന് കണക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ഗേജ് മാനിഫോൾഡിൻ്റെ ഏറ്റവും ലെഫ്റ്റ് സൈഡിലെ വാൽവ് ഓപ്പൺ ചെയ്തു. അത് കഴിഞ്ഞിട്ട് റെഫ്രിജറൻറ്റ് സിലിണ്ടർ ഓപ്പൺ ആക്കി ഒരു 70 PSI പ്രഷറിൽ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ വാഹനത്തിൻ്റെ AC ഓണാക്കി. അപ്പോൾ ഓണാക്കിയതിന് ശേഷം നമ്മൾ ബ്ലോവർ ഫാൻ്റെ സ്പീഡ് ഏറ്റവും ഹൈ മോഡിലിട്ടു, കൂളിംഗ് ഹൈ മോഡിലിട്ടു. കാറ് എയർ കണ്ടീഷനിങ് സിസ്റ്റത്തിൽ R134A റെഫ്രിജറൻറ്റിൻ്റെ സക്ഷൻ പ്രഷർ എന്ന് പറയുന്നത് ഏകദേശം 40 PSI ആണ്. അപ്പോൾ ഗ്യാസ് ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ആദ്യം റിക്കവർ ചെയ്ത് സർവീസ് സിലിണ്ടറിലാക്കി കുറച്ച് റെഫ്രിജറൻറ്റ് ഗ്യാസ് സ്റ്റോർ ചെയ്തിരുന്നു. അപ്പോൾ ആ ഗ്യാസ് ഇതിലേക്ക് നമ്മൾ ചാർജ് ചെയ്തു. അപ്പോൾ അപ്പോഴെല്ലാം ഇതിൻ്റെ സക്ഷൻ പ്രഷർ എന്ന് പറയുന്നത് ഏകദേശം 40 PSIയിലാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം ഈ ഗേജ് മാനിഫോൾഡ് സെറ്റിൽ നിന്നും നമ്മൾ ആ പഴയ റെഫ്രിജറൻറ്റ് സിലിണ്ടർ മാറ്റിയതിന് ശേഷം പുതിയ മറ്റൊരു റെഫ്രിജറൻറ്റ് സിലിണ്ടർ കണക്ട് ചെയ്തു. അപ്പോൾ അത് ഗ്യാസ് എയർ ചെയ്യുമ്പോൾ നമ്മൾ ഏകദേശം 35-40 PSIയിലാണ് പ്രഷർ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും ഗ്യാസ് ചാർജ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല കൂളിംഗ് ലഭിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചാർജിങ് പ്രോസസ്സ് നിർത്താൻ തീരുമാനിച്ചു. അപ്പോൾ നിർത്താൻ വേണ്ടി ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ ഗേജ് മാനിഫോൾഡും കണക്റ്റിംഗ് ഹോസുകളും റെഫ്രിജറൻറ്റ് സിലിണ്ടറും ആദ്യമായി ഐസൊലേറ്റ് ചെയ്യുക. അത് രണ്ടും നമ്മൾ ഈ സിസ്റ്റത്തിൽ നിന്ന് റിമൂവ് ചെയ്തതിന് ശേഷം സിസ്റ്റത്തിൽ എവിടെയൊക്കെയാണ് ലീക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റബ്ബർ ഹോസുകളും അലുമിനിയം പൈപ്പുകളും കണക്ട് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ സോപ്പ് സൊല്യൂഷൻ അപ്ലൈ ചെയ്തു. കൂടാതെ കംപ്രസറെ കണക്ട് ചെയ്തിരിക്കുന്ന 2 ഫ്ലെയർ നട്ടുകൾ, അതായത് സക്ഷൻ ബോട്ടിലും ഡിസ്ചാർജ് ബോട്ടിലും കണക്ട് ചെയ്തിരിക്കുന്ന 2 ഫ്ലെയർ നട്ടിൻ്റെ ഭാഗത്തും നമ്മൾ സോപ്പ് സൊല്യൂഷൻ അപ്ലൈ ചെയ്തു. അപ്പോൾ ലീക്ക് ഉണ്ടെങ്കിൽ ആ ഭാഗം ചെറിയ ബബിൾസ് കുമിളകൾ വരുന്ന പോലെ കാണാം. അപ്പോൾ അങ്ങനെയാണ് നമ്മളിതിൽ ലീക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ പ്രധാനമായിട്ടും ഉദ്ദേശിച്ചത് ഒരു കാർ എയർ കണ്ടീഷൻ സിസ്റ്റത്തിലെ കട്ടൗട്ട് സ്വിച്ചിനെ കൂടുതൽ പരിചയപ്പെടുത്തുക എന്നാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.